ഗുരുവായൂരപ്പാ ശരണം നാരായണ. ഞാനിവിടെ ശരി ഹരിനമ്പൂതിരി. എല്ലാ ഭക്തന്മാരെയും നമസ്കരിക്കുന്നു, എല്ലാ ദേവീദേവന്മാരെയും നമസ്കരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, തിരുമംഗലത്ത് ദേവരേ ശരണം, മുക്കോല ഭഗവതി ശരണം, ദക്ഷിണാമൂർത്തി ശരണം, നാരായണ നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ നാരായണ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൻ്റെ തർജ്ജമ പോലെ എഴുതിയ സംജ്ഞാസംഗ്രഹം പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. 8-ാം സ്കന്ധം വാമനാവതാര ചരിതമാണ് പാരായണം ചെയ്യുന്നത്. 18-ാമത്തെ അധ്യായത്തിൽ വാമനാവതാരം ആണ് പറയുന്നത്. എല്ലാവരും സ്തുതിക്കുന്നതും ഭഗവാൻ യാഗശാലയിലേക്ക് എത്തുന്നതും അവിടെ എല്ലാവരും അത്ഭുതസ്തബ്ധരായിട്ട് ഇരിക്കുന്നതായിട്ട് രംഗങ്ങളും കാണാൻ സാധിക്കുന്നു. നമുക്കത് ബലി കാല് കഴുകുന്നതും ബലിയുടെ ഭാഗ്യവും മഹാദേവനേക്കാൾ കൂടുതൽ ഭാഗ്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ശ്രീശുക പരമർഷി പോലും നമസ്കരിക്കുന്നു ആ വാമനമൂർത്തിയെ. ഒപ്പം ഈ മഹാബലിയുടെ ഭാഗ്യത്തെ ആലോചിച്ചുകൊണ്ട് അങ്ങനെയുള്ള രംഗങ്ങൾ നമുക്ക് പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 8-ാം സ്കന്ധം 18-ാം അധ്യായം. ഓം. വാമനാവതാരം. ഓം. ബ്രഹ്മാവ് വാഴ്ത്തി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ പെറ്റു അതീതി അജനെ നിഷ്കർമ്മിയെ. 4 തൃക്കൈകളും ചന്താമര കണ്ണും ശ്യാമള കോമളനായി പ്രത്യക്ഷനായി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ 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 ഹരേ നാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം. ശ്രീവത്സവം മാറിൽ ലക്ഷ്മിയും കൗസ്തുഭം കുണ്ടലം തോൾവള കങ്കണം മോതിരം പൊൻചിലമ്പും പൊന്നരഞ്ഞാണവും ചാർത്തി ശംഖുചക്ര ഗദാ പത്മമേന്തി ഹരി. അന്ധകാരം നീക്കി ദിക്കു തെളിഞ്ഞുടൻ നിർമ്മലമായി ജലം അഗ്നിയും വായുവും സ്വർഗവും ഭൂമിയും ദേവ ഋഷി പശു മർത്യർ സകലരും സന്തുഷ്ടരായി. തഥാ ചിങ്ങത്തിലെ കൃഷ്ണപക്ഷത്തിൽ 12 ഉച്ചയ്ക്ക് അഭിജിത് മുഹൂർത്തം തിരുവോണ നാളിൽ ഗ്രഹാദികൾ ഉത്തമ സ്ഥാനത്തിൽ നിൽക്കുന്ന നേരം അവതരിച്ചു ഹരി. നല്ല വിജയ മുഹൂർത്തത്തിൽ ദേവകൾ വാദ്യഘോഷാദിയും പുഷ്പവൃഷ്ടി തൊട്ട ഗീതവും നാട്യവും വേദസ്തുതികളും ശബ്ദമുഖരിതം സന്തുഷ്ടിദായകം. ആശ്ചര്യസ്തബ്ധരായി കശ്യപാദിതിമാർ ചൊല്ലി ജയ ജയ ശ്രീഹരേ പാലക വിഷ്ണു സ്വരൂപ വടു വാമനരൂപ രക്ഷിതാവേ ഹരേ പാലയ പാലയ. നാടകത്തിൽ നടൻ വേഷം മാറുന്ന പോൽ ബാലനായി മാറി സകലൻ സമർത്ഥനായി വേഗം ഉപനയനം ചെയ്തു കശ്യപൻ ഗായത്രി ചൊല്ലിക്കൊടുത്തർക്കൻ സാദരം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം നാരായണ. പൂണൂൽ കൊടുത്തു ഗുരു പിന്നെ മേഖല കശ്യപൻ കൗപീനമമ്മയും ബ്രഹ്മാവു നൽകി കമണ്ഡലു കൃഷ്ണാജിനം ഭൂമി ദണ്ഡ് ചന്ദ്രൻ കുട അന്തരീക്ഷം തഥാ സപ്തർഷികൾ ദർഭവാണി ജപമാല ഭിക്ഷ ഉമാദേവി പാത്രം കുബേരനും വേണ്ടതെല്ലാം കിട്ടി അഗ്നിഹോത്രം ചെയ്തു ഇട്ടു സമീധയും ബ്രഹ്മചാരി തഥാ ശുക്രൻ പുരോഹിതനായി നടത്തുന്ന അശ്വമേധം ബലി ചെയ്യുന്ന വാർത്തയെ കേട്ടപ്പോൾ വാമനൻ യാത്രയായി ശാലയിൽ അത്ഭുതം കാൽവെപ്പിൽ താണു ചെരിഞ്ഞു ഭൂ. നർമ്മദാ തീരത്തു കാണാം ഭൃഗുകച്ഛം പുണ്യഭൂവിൽ യാഗശാലയിൽ ശുക്രനും ശിഷ്യരും കണ്ടു ഒരു ജ്വല തേജസ്. സൂര്യനോ അഗ്നി സനൽകുമാര ഋഷിയോ ഋത്വിക്കുകൾ ബലി സർവരും ശങ്കിച്ചു. അപ്പോഴേക്കും എത്തി വാമനൻ ശ്രീഹരി. ഓലക്കുട ദണ്ഡ് തീർത്ഥ കമണ്ഡലു കൃഷ്ണ മൃഗത്തോലും മേഖല പൂണുനൂൽ മുണ്ടനം ചെയ്ത തലയിൽ ജടാശിഖ ബ്രഹ്മചാരി ജ്ഞാനി സുന്ദര ബാലനെ കണ്ടു നമിച്ചു എതിരേറ്റു ബാലനെ. സന്തുഷ്ടരായ യജമാനൻ സദസ്യരും സിംഹാസനത്തിലിരുത്തി മഹാബലി പാദം കഴുകി അതേറ്റു ശിരസ്സിലായി. ശ്രീശിവൻ ഗംഗയെ തൻ്റെ ശിരസ്സിലായി വെച്ചു. മഹാദേവനായി സുപുണ്യതൻ ഗംഗയ്ക്കു മുമ്പി ബലി തൻ്റെ കൈകളാൽ വാമന പാദതീർത്ഥം നേടി ഭാഗ്യവാൻ. എന്തൊരു ഭാഗ്യം പരീക്ഷിത്തേ എന്നോതി ശ്രീശുഗനോതി ബലിയാൽ പറഞ്ഞത്. സ്വാഗതം ബ്രഹ്മൻ നമസ്കാരം ഞാൻ എന്തു ചെയ്തു തരേണം പറയൂ മഹാമതേ.
വന്നു തപോരൂപിയായ അങ്ങുശാലയിൽ എൻ്റെ പിതൃക്കളും സന്തുഷ്ടരായ ഭൃശം വംശം പവിത്രമായി ശുദ്ധമായി ശാലയും കാലു കഴുകി സഫലമായി യാഗവും അഗ്നികൾ തൃപ്തരായി പാദസ്പർശത്തിനാൽ ഭൂമിയും ശുദ്ധമായി ആഗ്രഹമെന്തുതേ സ്വർണം ഗൃഹം പശു ഗേഹം ഭൂകന്യയും എന്തു വേണം അത് തന്നിടം പൂജ്യന ശ്രീഗുരുപ്പ എന്തു വേണം അത് തന്നിടാം പൂജ്യന. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവത മഹാപുരാണം 8-ാം സ്കന്ധം 18-ാം അധ്യായം സമാപ്തം. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശ്രീമന്നാരായണ. ഇപ്പോൾ പാരായണം ചെയ്തു വരുന്നത് ഞാൻ തന്നെ എഴുതിയതാണോ എന്ന് ഒരു ഭക്തൻ ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെ എഴുതിയതാണ്. അത് പറയാനുള്ള അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരി, എന്നാലും ശരി, ഞാൻ തന്നെ എഴുതിയതാണ്. അത്രയേ പറയാനുള്ളൂ. ഇപ്പോൾ ഭഗവാൻ പല ലീലകളാണല്ലോ കാണിച്ചു കൊണ്ടിരിക്കുക. അതിലൊരു ലീലയാണ് എന്നെക്കൊണ്ടത് എഴുതിച്ചത്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാനൊരു പണ്ഡിതനായിട്ടല്ല. എനിക്ക് സംസ്കൃതം അറിയില്ല, സംസ്കൃതം പഠിച്ചിട്ടില്ല. സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അത് സംസ്കൃതം പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഗ്രാമർ അറിയില്ല, ഒരു വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ അറിയില്ല. അതൊക്കെ ഈ വ്യാഖ്യാനങ്ങളിൽ നോക്കിയിട്ട് അതിന് പുസ്തകം നോക്കിയിട്ട് എഴുതന്നെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് പഠിച്ച് അതിൻ്റെ ഒരു വിവർത്തനമല്ല ഞാൻ എഴുതിയത്. സാധാരണ ഒരു എഴുത്തുകാരൻ, മഹാകവി, മറ്റേ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അല്ലെങ്കിൽ അക്കീർത്തൻ തുടങ്ങിയുള്ള ആളുകളൊക്കെ അവരൊക്കെ പണ്ഡിതന്മാരാണ്. അവരൊക്കെ സംസ്കൃതം ആധികാരികമായിട്ട് പഠിച്ചിട്ടുണ്ട്. പഠിച്ചവരെഴുതുന്നതും പഠിക്കാതെ കണ്ട് എന്നെ പോലെയുള്ള ആളുകൾ എഴുതുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇതിലാ കാര്യം മാത്രം, അതായത് ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് എന്തെങ്കിലും വരും. അങ്ങനൊരു ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഭക്തൻ ചോദിച്ചത് ജ്ഞാനം കൊണ്ടോ ഇത് യശസ്സിന് വേണ്ടിയിട്ടോ ഞാൻ വലിയ ആളാവണം എന്നുള്ള നിലയ്ക്കോ അങ്ങനെയൊന്നുമല്ല അത് എഴുതിയത്. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സംസ്കൃതം പഠിക്കാത്തവർക്ക് ഭഗവാനെ അറിയാൻ മോഹമുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ എഴുതിയ ആ അറിയാനുള്ള മോഹം എന്നിലൂടെ പുറത്തു വന്നത് എഴുത്തായിട്ടാണ്, അത്രയേ ഉള്ളൂ. അതാണ് അറിയേണ്ടത്. ചിലവർ ധാരാളം സേവനങ്ങളെ ചെയ്തുകൊണ്ടാണ് ഭഗവാനെ അറിയാൻ ശ്രമിക്കുക. പരോപകാരമായിട്ട് ചെയ്യുന്ന സേവനങ്ങൾ. ചിലർ അനവധി ഗുരുക്കന്മാരുടെ അടുത്തേക്ക് തീർത്ഥാടനം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് അവരുടെ ഭക്തിയെ അവർ പ്രകടിപ്പിക്കുക. ചിലർ ദാനങ്ങളെ കൊണ്ടാണ്. സർവവും ഉപേക്ഷിക്കും, എല്ലാം ഉപേക്ഷിക്കും. അതൊരു വലിയ ഭ്രാന്താണ്. ആൾക്കാർ പറയും ഭ്രാന്താണെന്ന്. ഭക്തിക്ക് പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭ്രാന്തുണ്ട്. ഞാൻ ചെയ്ത ഭ്രാന്ത് അത്ര ചെറുതല്ല. 5-6 ലക്ഷം ഉറുപ്പ്യാണ് ഈ ഭാഗവതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതും അത് പ്രസിദ്ധീകരിച്ചിട്ട് മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുത്തതും. എന്നെ അറിയുന്നവർക്കറിയാം, അടുത്തറിയുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് അറിയില്ല. അല്ലാത്തവർക്ക് ഈ കുറ്റം പറയാനോ ഞാൻ ശരിയല്ല എന്ന് പറയുന്ന എത്രയോ ആളുകൾ എൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട്. ഇത് പ്രഭാഷണത്തിനിടയ്ക്ക് പറയാൻ പാടുമോ എനിക്കറിയില്ല. പക്ഷേ അനുഭവിച്ചതാണല്ലോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഭക്തൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നാനുള്ള കാരണം അത് എൻ്റെ ഈ ജീവനാകുന്ന അനവധി ശരീരത്തിൽ കയറി ഇറങ്ങിയിട്ടാണല്ലോ ഇവിടെ എത്തിയിട്ടുണ്ടാവുക. കുറച്ച് പാപം ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പാപങ്ങൾ ഇങ്ങനെയാണ് തീരുക. മാനാവമാനം പാടില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപമാനിതനായിക്കോളൂ. അത് പാപങ്ങളെ ഇല്ലാണ്ടാക്കും. കാരണം ദേഹാഭിമാനത്തെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും.
താൽക്കാലികമായ വിഷമം ഉണ്ടാവും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് സാരമില്ല. ജീവൻ്റെ ശുദ്ധിക്ക് അത് വളരെയധികം ഉപകാരമാണ്. ഇപ്പോൾ ഭാഗവതത്തെ അറിയുന്നവർക്ക് അത് വിഷമം വരില്ല, നന്നായിട്ട് ചെയ്യും. പക്ഷേ എത്ര നന്നായിട്ട് ചെയ്താലും നന്നായി എന്നൊരാൾ പറയില്ല. അതൊരു ജീവൻ്റെ ഈ സുഹൃതക്ഷയം എന്ന് പറയട്ടെ, അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ അതിന് പരാതി ഉണ്ടാവില്ല. അപ്പോൾ ആ പരാതികൾ ഇല്ലാണ്ട് ജീവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിച്ചതും അത് ഇപ്രകാരത്തിലൊക്കെ പറയാൻ സാധിക്കുന്നതും. ജീവൻ്റെ ശുദ്ധി കുറേശ്ശെ വരികയാണ്. ഇപ്പോൾ ശരീരത്തിന് ആ ശുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല, അത് മറ്റൊരു തലത്തിലാണ്. രണ്ട് തലത്തിലാണ്. ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും ഈ ശുദ്ധിയെ ആഗ്രഹിക്കാൻ സാധിക്കും, ആ ശുദ്ധിയെ നേടാൻ സാധിക്കും. അതാണ് ഭാഗവതം. ഭക്തന്മാർ അനുഭവിക്കുന്നതായിട്ടുള്ള സുഖദുഃഖങ്ങളെ അത് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു, പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, ഉപകഥകളിൽ പറഞ്ഞിരിക്കുന്നു, ഉപാഖ്യാനമായിട്ട്. അതിനെ സ്വാംശീകരിക്കലാണ് ഭാഗവതം. ഭഗവാൻ പറഞ്ഞതിനെ വക്രിക്കാതെ കണ്ട് പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരുന്നതാണ് ഭാഗവതം. അത്രയേ വേണ്ടൂ. അപ്പോൾ ഈ വിഷമ അവസ്ഥ, അതായത് സമമല്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. ആ സമമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അതുതന്നെയാണ് ഭാഗവതം. ഭാ ശബ്ദോ കീർത്തിവചസേ, ഗ ശബ്ദോ ജ്ഞാനവാചകം, വ സർവേഷ്ടവചനശ്ചൈവ തം ച വിസ്താരവാചകം. ഭാഗവതത്തിന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. വെറുതെ ഒരു ഭാഗവതം എന്നുള്ളൊരു വാക്ക് പറഞ്ഞതല്ല. ഭഗവാന്റെ അത്ര കീർത്തി, ഭാഗവതത്തിൻ്റെ അത്ര കീർത്തി ഏതിനാ ഉള്ളത്? ഇത്രയും ഉപാസനാ സമ്പ്രദായത്തിൽ വേറൊരു ഗ്രന്ഥത്തെ ആരാ ആശ്രയിക്കുന്നു? വേദത്തെ പോലും ആശ്രയിക്കുന്നില്ല. അത്രയും ബൃഹത്താണ് ഭാഗവതം. സംജ്ഞാസാര സംഗ്രഹം ആണ്. വേദത്തിൽ പറഞ്ഞതൊക്കെ ഇതിലുണ്ട് സൂചനയായിട്ട്. അതുകൊണ്ട് ഈ അക്ഷരങ്ങളിലൂടെ പോയിക്കോളൂ, ഞാൻ അക്ഷരരൂപിയായിട്ട് ഇതിൽ ലയിച്ചിരിക്കുന്നു. തിരോധാനം ചെയ്ത് പ്രവേശിച്ചതാണ് ഭഗവാൻ. ശ്രീകൃഷ്ണനായിക്കൊണ്ട് അവതരിച്ച് തൻ്റെ ലീലകളൊക്കെ കഴിഞ്ഞ് ഉദ്ധവൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉദ്ധവന് വേണ്ടിയിട്ട് ലോകഹിതാർത്ഥം ഭഗവാൻ പ്രത്യക്ഷ വാങ്മയിയായിട്ട് ഈ ഭാഗവതത്തിൽ പ്രവേശിച്ചതാണ്. അപ്പോൾ ആ ഭാഗവതത്തിന് അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. നമ്മൾ ശരിയല്ല എന്ന് വിചാരിക്കുന്നതിൽ ഒരു ശരി ഭഗവാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മൂലം വായിക്കുമ്പോൾ കിട്ടുന്ന സുഖം. അത് വായിച്ച് ശീലമുള്ളവർ അതിൽ നിന്നും ഒരിക്കലും മാറി നിൽക്കില്ല. അതാണ് ഭാഗവതം. അത്രയും യശസ്സുണ്ട്, ജ്ഞാനം ലഭിക്കും, എല്ലാവർക്കും ഇഷ്ടമാണ്, വളരെ വിസ്തൃതമാണ്. എത്ര വേണച്ചാൽ വിസ്തരിച്ച് പലതും കണ്ടെത്താൻ സാധിക്കും. അതാണ് ഭാഗവതം. കാരണം ഭഗവാന്റെ വാക്കാണ്, ഭഗവാന്റെ രൂപമാണ്, ഭഗവാന്റെ നാമമാണ്, നാമപുരാണമാണ്. കലിസന്തരണാർത്ഥമാണ് ഭഗവാൻ ഈ വാങ്മയ രൂപമായിട്ട് ഭാഗവതത്തിൽ പ്രവേശിച്ചത്. അപ്പോഴാണ് വ്യാസന് സമാധാനം കിട്ടിയത്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഭാഗവതത്തെ ആശ്രയിക്കുക, വിശ്വസിക്കുക. വിശ്വാസം വളരെ പ്രധാനമാണ്. ശ്രദ്ധാഭക്തി സമന്വിതം ഇതം ഭാഗവതം ശൃണു. ശ്രദ്ധയോട് കൂടിയിട്ട്, ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമ വിശ്വാസം എന്നാണ് ശ്രദ്ധ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം. മലയാളത്തിലുള്ള ശ്രദ്ധയായാലും വിരോധമില്ല. ശ്രദ്ധിച്ച് പണിയെടുത്തിട്ടില്ല വെച്ചാൽ എന്ത് സംഭവിക്കും? തെറ്റ് സംഭവിക്കും. തെറ്റാതെ കണ്ട് സംഭവിക്കണ്ടേ? അപ്പോൾ ആ രീതിയിൽ കൂട്ടാൻ വയ്ക്കുമ്പോഴും ഉപ്പും മുളകും എരിയും വേണ്ട രീതിയിലല്ല അതിൽ ചേർത്തതെങ്കിൽ, വെള്ളത്തിൻ്റെ അളവ് പാകമല്ലെങ്കിൽ അതിന് സ്വാദം ഉണ്ടാവില്ല. വറവായാലും കണ്ടമാനിട്ടിട്ട് കാര്യമില്ല, വേണ്ട രീതിയിൽ തുല്യത വേണം. അതിനൊരു അളവിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ വേണ്ട അളവിൽ തന്നെ അത് ചേരുവ ചേർക്കണം. അപ്പോഴേ അതിന് സുഖം കിട്ടുള്ളൂ, സ്വാദ് ഭംഗിയാവുള്ളൂ എന്നർത്ഥം, വേണ്ടതേ ആവുള്ളൂ. അപ്പോൾ വിശ്വസിച്ചു കൊണ്ട് തന്നെ ഇതിനെ ആശ്രയിക്കൂ. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഭാഗവതത്തിൽ ഇതൊക്കെ ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് സൂചനയാണ്, അതുകൊണ്ടാണ് സംജ്ഞ എന്ന്
പേര് കൊടുക്കാൻ സംജ്ഞാസംഗ്രഹമായിട്ട് പറയാനുള്ള കാരണം വിവർപ്പ. അപ്പോൾ ഭഗവാന്റെ ഉള്ളിൽ ഭഗവാന്റെ ഇച്ഛയാണ് അതിഥിക്ക് പുത്രനായിട്ട് പിറക്കുക എന്നത്. ഈ ലോകഹിതാർത്ഥമാണ് അത് ചെയ്യുന്നത്. ബലിയോട് പ്രത്യേകമായിട്ടുള്ളൊരു വിരോധമോ ഇന്ദ്രനോട് പ്രത്യേകമായിട്ടൊരു സ്നേഹമോ ഭഗവാനില്ല. സത്തും അസത്തും ഭഗവാന് തുല്യമാണ്. പക്ഷേ സാത്വികത നിലനിന്നാൽ മാത്രമേ പ്രപഞ്ചത്തിൻ്റെ ഈ സന്തുലിതാവസ്ഥ നിലനിൽക്കുള്ളൂ. അതല്ലെങ്കിൽ വേഗം നശിക്കും. കാലത്തിന് വ്യത്യാസം വരും. പ്രളയം വരെ ഇത് നിലനിൽക്കണം. അതിന് വേണ്ടുന്നതായിട്ടുള്ള സജ്ജീകരണങ്ങൾ പാലകൻ എന്ന നിലയ്ക്ക് ഭഗവാൻ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഒരു മന്വന്തരക്കാലം ഇന്ദ്രന് ഭരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഭഗവാൻ 100 യാഗം ചെയ്തതായിട്ടുള്ള ആ പുരന്ദരൻ എന്ന ഇന്ദ്രന് കൊടുത്തതാണ്. അപ്പോൾ ആ വാക്ക് പാലിക്കണം ഭഗവാൻ. ബലിക്ക് 100 യാഗം ചെയ്തതുകൊണ്ട് അതിനുള്ള അർഹത നേടിയത് അടുത്ത മന്വന്തരത്തിൽ ഭഗവാൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാന് വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്ത് വേണം? ഇന്ദ്രനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് അവരോധിക്കണം. അതിന് ഭഗവാൻ അതിഥിക്ക് പുത്രനായിട്ട് വന്നു, ചതുർബാഹുവായിട്ട് വന്നു. എല്ലാവരുടെയും ഈ കണ്ണിനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുക, മനസ്സിനെ സന്തോഷിപ്പിക്കുക. അതിഥി കശ്യപന്മാർക്ക് വളരെയധികം സന്തോഷമായി, ദേവീദേവന്മാർക്കെല്ലാം സന്തോഷമായി, ഋഷികൾക്കെല്ലാം സന്തോഷമായി. ഭഗവാന്റെ രൂപത്തെ വിസ്തരിച്ച് കണ്ടു. പൊൻകിരീടം, തലമുടി, നെറ്റി, ഗോപിക്കുറി, പുരികങ്ങൾ, ചുവന്ന കണ്ണ്, കാരുണ്യനേത്രം, ഉയർന്ന തടിച്ച് നീണ്ട് കൂർത്ത മൂക്ക്, ലോഭവും ലജ്ജയും ഉള്ള ചുണ്ടുകൾ, മുല്ലപ്പൂ മുട്ടു പോലെയുള്ള പല്ലുകൾ. ഭഗവാന് ദംഷ്ട്രയുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, ഭഗവാൻ എന്തിനാ ദംഷ്ട്ര? വേണ്ട സമയത്തേ പുറത്തേക്ക് എടുക്കുള്ളൂ. നമുക്കത് പറ്റില്ല. നമുക്ക് ദംഷ്ട്രയില്ല, സ്ഥാനമുണ്ടായെന്നേ ഉള്ളൂ. 2 പല്ല് വ്യത്യാസമായിട്ട് കാണാം എല്ലാവർക്കും. ദംഷ്ട്രയാണത്. അതേപോലെ ചുവന്ന നാവ്, ഭംഗിയുള്ള വട്ടത്തിലുള്ള മുഖം, മകരകുണ്ടങ്ങൾ ധരിച്ചതായിട്ടുള്ള കാത്, വിരിഞ്ഞ മാറ്, ഉയർന്ന മാറിടം, പക്ഷസിലെ ലക്ഷ്മിയുണ്ട്, ഭൃഗുവിൻ്റെ പാദമുണ്ട്, പാദചിഹ്നം, ശ്രീവത്സം, പാലാഴിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള കൗസ്തുഭം എന്ന ആ രത്നമുണ്ട്. ഇങ്ങനെ പൂണുനൂലും മഞ്ഞപ്പട്ടും ആടയാഭരണങ്ങളും വള, മോതിരം, തള, കങ്കണം, തോൾവള, പൊന്നരഞ്ഞാണം, ചിലമ്പ്, പൊൻചിലമ്പ്, എല്ലാവർക്കും എല്ലാ ഭാരവും സമർപ്പിക്കാവുന്നതായ ഉയർന്ന പുറവടി, കൂർമ്മരൂപത്തിൽ വജ്രാങ്കുശ ധ്വജ സരോരുഹങ്ങളുള്ളതായ ഭഗവാന്റെ തൃപ്പാദം, അടയാളങ്ങൾ കൂടിയിട്ട് എന്ത് താപമുണ്ടെങ്കിലും തീർക്കാനുള്ളതായിട്ടുള്ള ഭഗവാന്റെ തിരുനഖങ്ങൾ, കാലിലെ തിരുനഖങ്ങൾ ചന്ദ്രൻ നിലാവ് പോലെ, പൗർണമിയിലെ നിലാവ് പോലെ വരണു. എല്ലാവർക്കും സന്തോഷമായി. അവരവർക്കുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വാമനൻ്റെ രൂപത്തിലാണ് 5-6 വയസ്സ്, പൗഗണ്ഡം എന്ന് പറയും ആ പ്രായത്തിന്. അപ്പം അങ്ങനെയുള്ള ആ പ്രായത്തിലുള്ള ഭഗവാനെ കണ്ടു. ആ സമയത്ത് അവരവർക്കുള്ളതൊക്കെ ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ചിങ്ങത്തിൽ വെളുത്ത ദ്വാദശി അഭിജിത്ത് മുഹൂർത്തത്തിൽ ഉച്ചയ്ക്കാണ് ഭഗവാൻ അവതരിക്കുന്നത്. ശ്രീരാമൻ രാവിലെയാണ്, ശ്രീകൃഷ്ണൻ രാത്രിയാണ്, നിശീത സമയത്താണ്. 12 അത് ഒരു തരം അഭിജിത്ത് മുഹൂർത്തമാണ്. കാരണം 12 മണിക്ക് ശേഷമാണ് നിശീത സമയം. അതേപോലെ ഉച്ചയ്ക്ക് ഭഗവാൻ. തിരുവോണ നാളിലാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും തിരുവോണത്തിൻ്റെ ആദ്യത്തെ 4 നാഴികയും കൂടിയ 19 നാഴികയാണ് ഭഗവാന്റെ ഈ അവതാര മുഹൂർത്തം. നട്ടുച്ചയ്ക്ക് അഭിജിത്ത് മുഹൂർത്തം. ആ സമയത്താണ് ഭഗവാൻ ശുഭലഗ്നത്തിൽ തിരുവോണ നാളിൽ അവതരിച്ചത്. വിജയ മുഹൂർത്തത്തിൽ അവതരിച്ചു എന്നാണ്.
ഇപ്പോൾ ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി, വാദ്യഘോഷങ്ങൾ, പാട്ട്, നൃത്തം, സ്തുതി, അനവധി എന്തൊക്കെയാണോ മനസ്സിന് ആഹ്ലാദം തരുന്നത് അതെല്ലാം അവിടെ ചെയ്യപ്പെട്ടു. അരുതി കശ്യപന്മാരുടെ സന്തോഷം അവരെ സ്തുതികളെ ഭഗവാനെ അറിയിച്ചു. അതിഗംഭീരമായിട്ടുള്ള വേദസ്തുതിയാണ്, വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ഭഗവാന്റെ രൂപത്തെ ഭഗവാൻ തന്നെ ചെറുതാക്കി വടു വാമന രൂപനാക്കിയിട്ട് ഭഗവാൻ അവിടെ കാണുന്നു. ആ സമയത്ത് ഭഗവാനെ ഉപനയിക്കുക കശ്യപൻ തന്നെ നടത്തി. ബൃഹസ്പതി പൂണുനൂല് കൊടുത്തു. സൂര്യൻ നേരിട്ട് ഗായത്രി ഉപദേശിച്ചു. ഓം ഭൂഭുവസ്വ തലസവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോയോ എന്ന പ്രചോദയാൽ. സൂര്യഗായത്രി ഭഗവാൻ സൂര്യൻ തന്നെ കൊടുക്കുകയാണ് ഉപദേശമായിട്ട്. കൗപീനം കൊണ്ട് കൊണ കൊടുപ്പിച്ചു ഈ അതിഥി അമ്മ. അതേപോലെ കശ്യപൻ മുഞ്ചപ്പുല്ല് ഈ മേഖലയായിട്ട് ഇട്ട് കൊടുത്തു. ഒക്കെ അടയാളങ്ങളാണ് ഈ വാമന വടുക്കരുടെ ബ്രഹ്മചാരിയുടെ അടയാളങ്ങളാണ്. ഓലക്കുട അന്തരീക്ഷ ദേവത തന്നെ ഓലക്കുട കൊടുത്തു. കൃഷ്ണാജിനം ആണ് ഭൂമി കൊടുത്തത്, അതായത് യാഗഭൂമി. കൃഷ്ണ മൃഗം ഉണ്ടെങ്കിൽ അവിടെ യാഗം ചെയ്യേണ്ട, അത്രയ്ക്കും പ്രാധാന്യമാണ്. അപ്പം അങ്ങനെയുള്ള കൃഷ്ണാജിനം കൊടുത്തു. ബ്രഹ്മാവ് കമണ്ടൽ കൊടുത്തു. ചന്ദ്രൻ ദണ്ട് കൊടുത്തു. യമനും ദണ്ട് കൊടുത്തിട്ടുണ്ടാവും. സരസ്വതി ജപമാല കൊടുത്തു. സപ്തർഷികൾ ദർഭപുല്ല് കൊടുത്തു. ഭിക്ഷാപാത്രം കുബേരൻ കൊടുത്തു. അതിൽ ഭിക്ഷ ഈ ഉമാദേവി തന്നെ കൊടുത്തു, അതായത് പാർവതി ദേവി കൊടുത്തു. ഭഗവാൻ ഗംഭീരമായിട്ട് ചമതയൊക്കെ ഇട്ടു. ഒരു ഹോമമാണ്, ഇഷ്ടി പോലത്തെ ഒരു ഹോമമാണ്. ആദ്യം ബ്രഹ്മചാരിക്ക് വേണ്ടതായിട്ടുള്ളൊരു ഹോമമാണ് സമിധ. വിദ്യ തരണേ, നേടുന്ന വിദ്യ ഈ ജീവന് ഉപകാരപ്രദമാവണേ, ഭഗവത് അനുഗ്രഹമുണ്ടാകണേ, ഭഗവാനെ അറിയലാവണേ വിദ്യ. അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളാണ് അതിലൊക്കെ ഉള്ളത്. ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയാണ് ആദ്യമേ തന്നെ ഈ ബാലന് കൊടുക്കുക. ബാലൻ്റെ ഉറപ്പിക്കേണ്ടത് അതാണ്. എനിക്ക് എന്ന് പറഞ്ഞിട്ട് അഹം മമ പറഞ്ഞു കൊടുക്കുകയില്ല. എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത്, ഇത് എൻ്റെയാണ്, അങ്ങനൊരു ഉപദേശം അടുത്തുകൂടെ പോവില്ല. അങ്ങനെ ഉണ്ടെച്ചാൽ ശിക്ഷിക്കും. അങ്ങനെ ഒരു തോന്നൽ ആ ഉണ്ണിക്ക് വന്നു വെച്ചാൽ ആ ഉണ്ണിയെ ശിക്ഷിക്കും. അത്രയ്ക്കുണ്ട്. അപ്പോൾ ഉപനിച്ച് നിൽക്കുന്ന ആ കാലം കുറച്ചധികം പ്രാധാന്യം ഉണ്ടെന്ന് അർത്ഥം. ലോകാസമസ്ത സുഖിനോ ഭവന്തു, ഓരോ കാര്യത്തിലും അഗ്നയെ ഇതെന്ന മമ, അതാണ്. ദേവായ ഇതെന്ന മമ, വിഷ്ണവേ ഇതെന്ന മമ. ഒന്നും എനിക്കല്ല, ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതാ ബാലപാഠം. അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ഇന്നത്തെ ലോകം അങ്ങനെയല്ല, മുഴുവൻ സ്വാർത്ഥമായിട്ടാണ്. അപ്പോൾ സ്വാർത്ഥമല്ലാതെ കണ്ട് പഠിപ്പിക്കണം. അങ്ങനെയൊക്കെ പഠിപ്പിച്ചു. അവിടെയൊക്കെ അതൊക്കെ കശ്യപ മഹർഷിയും അതേപോലെ മറ്റ് വസിഷ്ഠനെ പോലെയുള്ള പുരോഹിതന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം വേണ്ട രീതിയിലൊക്കെ ചെയ്യിച്ചു. ഭഗവാനൊക്കെ ലീലയായിട്ട് സ്വീകരിക്കുകയും ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ ശുക്രാചാര്യർ ബലിയെ കൊണ്ട് യാഗം ചെയ്യിക്കുന്നതായിട്ടുള്ള ഭൃഗു കച്ഛം എന്ന സ്ഥലത്തേക്ക് യാഗശാലയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പോണ വഴിക്കൊക്കെ ഭൂമി ഇങ്ങനെ ഓരോ കാല് വയ്ക്കുമ്പോൾ ഓരോ പുറത്തേക്ക് ചെരിയാണ്, ഭാരം താങ്ങാൻ പറ്റാതെ കൊണ്ട്. അങ്ങനെ 100ാമത്തെ യാഗം ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അവിടെ കയറി ചെല്ലുന്നത്. നർമ്മദാ തീരത്താണ്. ഇപ്പോൾ എല്ലാവരും അവിടെ തന്നെ നല്ല തേജസ്സുണ്ട്. ഈ ശുക്രാചാര്യന് 16 ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ വളരെ വേദങ്ങളൊക്കെ നല്ലോണം ചൊല്ലി അങ്ങനെയൊക്കെ തന്നെയാണ്. പരമഭക്തനാണ് ബലി. അപ്പോൾ ഒരു നല്ല അന്തരീക്ഷമാണ് അവിടെ ഉള്ളതെന്നർത്ഥം. ആ സമയത്താണ് ഇവിടേക്ക് 1000 സൂര്യന്മാരുടെ പ്രഭയോട് കൂടിയിട്ട് ഈ വാമനൊക്കെ ചെന്ന് ചേരുന്നത്. അപ്പോൾ അത് ആരാ വരണ? സൂര്യനാണോ, സനൽകുമാർ ആദി മഹർഷിമാരാണോ, അതോ ഇനി അഗ്നി തന്നെയാണോ, അഗ്നിദേവൻ? അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ അവിടെ വന്നു. അപ്പോഴേക്കും ഭഗവാൻ അവിടെ എത്തി. എല്ലാവരും ഉണ്ട് കൂടെ. ഭഗവാനെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റു, നമസ്കരിച്ചു. ആ തേജസ്സിൻ്റെ മുമ്പിൽ തങ്ങളുടെതെല്ലാം സമർപ്പിച്ചു. സാഷ്ടാംഗ നമസ്കാരം ചെയ്താൽ എല്ലാം സമർപ്പിച്ച രീതി. നമ്മുടെ നമസ്കാരത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒന്നും കൊടുത്തില്ലെങ്കിലും നമസ്കരിച്ച് കഴിഞ്ഞാൽ എൻ്റേതൊക്കെ അങ്ങേക്കായിട്ടോ എന്നുള്ള ഒരു സമർപ്പണമാണത്. അപ്പോൾ അത് നമ്മൾ കോടാലി നമസ്കാരം ആണ് നമ്മൾ ചെയ്യാറ്. നമ്മുടെ ഒന്നും നമ്മൾ കൊടുക്കാറില്ല, നമ്മളെ തന്നെ കൊടുക്കാറില്ല. എന്നിട്ട് വേണ്ടേ? അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. മനസ്സുകൊണ്ടെങ്കിലും കൊടുക്കുക. അത് സാധനങ്ങളൊന്നും നഷ്ടമാവില്ല. മനസ്സ് സ്വാർത്ഥികൾക്ക് ഉള്ള ഒരു ഉപായം ഞാൻ പറഞ്ഞതാണ്. മനസ്സുകൊണ്ട് നമസ്കരിക്കുക, എന്നിട്ട് ശരീരം കൊണ്ട് നമസ്കരിക്കുക. അപ്പോൾ ഒന്നും കൊടുക്കുകയും വേണ്ട, നഷ്ടമില്ല എന്നർത്ഥം. ഈ കാപട്യമുള്ളവർക്ക് കൂടി ചെയ്യാവുന്ന ഒരു ഏർപ്പാടാണ് നമസ്കാരം. വെറുതെ എല്ലാം ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് കിടന്ന്
കിടന്ന് നമസ്കരിക്കുന്നതാണ്. പുരുഷന്മാർ കിടന്ന് നമസ്കരിക്കുന്ന വേണം. അതീവ സൗന്ദര്യമുള്ള ഭഗവാനെ എല്ലാവരും നല്ലോണം നോക്കി കണ്ടു. ഇപ്പോൾ ബ്രഹ്മചാരിയുടെ വടുവാമന രൂപത്തിലാണ് കണ്ടത്. ബലി വേഗം സ്വീകരിച്ചു. പൂജ്യമായ ആസനത്തിൽ ഇരുത്തി കാല് കഴുകി ആ പാദതീർത്ഥം തൻ്റെ ശിരസിൽ സ്വീകരിച്ചു. മഹാദേവൻ അതിന് ശേഷമാണ് ഈ കമണ്ഡലുവിൽ അല്ലെങ്കിൽ തൻ്റെ ശിരസിൽ ഗംഗയെ സ്വീകരിച്ചത്. ബ്രഹ്മാവ് കമണ്ഡലു സ്വീകരിച്ചതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ ഏത് ബലിയ ആദ്യം ഉണ്ടായത്, ഏത് വാമന ആദ്യം ഉണ്ടായത്, ഏത് ശിവന ആദ്യം ഉണ്ടായതെന്നൊന്നും ചോദ്യമില്ല. ഇവിടുത്തെ ബലി, ഇവിടുത്തെ വാമനൻ, ഇവിടുത്തെ ശിവൻ, ഇവിടുത്തെ ബ്രഹ്മാവ്, അങ്ങനെ കണക്കാക്കുമ്പോൾ ഈ ബലിയാണ് ഭഗവാന്റെ തൃപ്പാദം ആദ്യം കഴുകിയത്. ആ പാദതീർത്ഥത്തെ സ്വീകരിച്ചു. ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, സനൽകുമാരൻ, കപിലൻ, മനു, പ്രഹ്ലാദൻ, ബലി, ജനകൻ, ഭീഷ്മർ, യമൻ, ശ്രീശുകൻ, ഇങ്ങനെ 10-12 പേർക്ക് മാത്രമേ ഭഗവാനെ ശരിക്കും അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആ ഭഗവാനെ അറിയുന്നവരിൽ ഒരാളാണ് ഈ ബലിയും. അപ്പോൾ ബലിക്ക് കുറച്ചധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പാദതീർത്ഥം സ്വീകരിക്കാനൊക്കെ സാധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ ഈ ബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് എന്നുള്ളത് മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ബലിയും ഒരു പക്ഷേ അത് ആഗ്രഹിച്ചിട്ടും ഉണ്ടാവാം. അപ്പോൾ ബ്രഹ്മചാരിയായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു, അങ്ങ് ആരാണെന്ന് ചോദിക്കുന്നു. അങ്ങ് തപസ്സിൻ്റെ സ്വരൂപനാണ്. ആ തപസ്സിൻ്റെ സ്വരൂപം ഇവിടെ ഈ ബാലരൂപത്തിൽ, ബ്രഹ്മചാരി രൂപത്തിൽ വന്നപ്പോൾ ആ തേജസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എൻ്റെ പിതൃക്കളെല്ലാം സംതൃപ്തരായി. ഇപ്പോൾ യാഗശാലയിൽ ഇതുപോലെ ശ്രേഷ്ഠനായിട്ടുള്ള വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരാൾ കയറി വരുമ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ബലി തുറന്ന് പറയാണ്. എൻ്റെ വംശം പവിത്രമായി, യാഗം സഫലമായി, ഈ ഹോമാഗ്നി നന്നായിട്ട് കത്തുന്നു. അപ്പോൾ ഹോമാഗ്നി ഞാൻ എന്തൊക്കെയാണോ കൊടുത്തത് അത് സ്വീകരിച്ചു, അതാത് ദേവന്മാർക്ക് അത് എത്തിച്ചു കൊടുത്തു. അപ്പോൾ ആ പ്രസന്ന ഭാവം അഗ്നിദേവൻ പ്രത്യക്ഷമായി എന്നർത്ഥം. അപ്പോൾ അതിന് സന്തോഷഭാവമാണത്. അതെല്ലാം പറഞ്ഞു. ഭൂമി ശുദ്ധമായി. അതേപോലെ എല്ലാവരും എന്നെയും അംഗീകരിച്ചു. അതൊരു നല്ല ഭാവമാണ്. കാരണം അവിടെ സ്വാർത്ഥം അല്ലെങ്കിൽ യശസ്സിനൊന്നല്ല. അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ തരും. കാരണം ഞാൻ ഭൂലോക ചക്രവർത്തിയല്ല, 14 ലോകത്തിൻ്റെ ചക്രവർത്തിയാണ്. അപ്പോൾ അങ്ങ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് മുഴുവൻ ഞാൻ തരും. കാരണം ഇത്രയും ദിവ്യനായിട്ടുള്ള ഒരാൾ വരുമ്പോൾ സമർപ്പിക്കുക, അതിനൊരു ഭാഗ്യമുണ്ടാവുക, അതിനെ എന്നെ അനുഗ്രഹിച്ചുവല്ലോ. അപ്പോൾ ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭഗവാനെ നമസ്കരിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടത് കന്യായാലും ആന, വാഹനം, മൃഗം, ഗൃഹം, ഗ്രാമം, ഭൂമി, സ്വർണം, പശു, എന്താ വേണ്ട ചൊക്ക, എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്ന് പ്രകാരം പറഞ്ഞു. എന്തും തരാം പൂജ്യരിൽ പൂജ്യനായിട്ടുള്ള അങ്ങേക്ക് എന്ന് പറഞ്ഞ് അവിടെ സമർപ്പിക്കണം. അപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ വന്നത്. എന്നാലെയാണ് ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ ചോദ്യത്തിനുള്ള ആമുഖത്തെ പറഞ്ഞുകൊണ്ട് അവിടെ അധ്യായത്തെ സമാപിക്കുന്നു. ഇനി അടുത്ത അധ്യായത്തിൽ ഭഗവാൻ ചോദിക്കുന്നതും കൊടുക്കുന്നതും കൊടുക്കരുത് എന്ന ശുക്രൻ തടുക്കുന്നതും പിന്നെ ത്രിവിക്രമ ഭാവത്തെയൊക്കെ കാണിച്ചു തരുന്നതായിട്ടുള്ള ഭാവങ്ങളെ കുറച്ചായിട്ട് പറയണം. നമുക്ക് ആ ഭാഗത്തിലേക്ക് ക്രമേണ പ്രവേശിക്കാം. ഭഗവാൻ തന്നെ വേണ്ട രീതിയിൽ പറയുമാറാകട്ടെ. സാരാംശം മനസ്സിലാക്കുവാൻ എല്ലാ ഭക്തന്മാർക്കും സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാൻ തൽക്കാലത്ത് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ.